20ാം വാർഷികത്തിന്റെ ഭാഗമായി സമ്മാന പെരുമഴ. മെയ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തുന്ന പർച്ചേസുകൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ. 1ാം സമ്മാനം 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ, 2ാം സമ്മാനം ഒരു ഡയമണ്ട് റിംഗ്, പിന്നെ 10 പേർക്ക് ഇൻഡക്ഷൻ കുക്കർ. ആഘോഷിക്കൂ ഈ 20ാം വാർഷികാഘോഷം VTS ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. VTS ഗോൾഡൻ ഡയമണ്ട്സ്, VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കനത്ത മഴയെ തുടർന്ന് ഗതാഗതം മുടങ്ങിയ പാണ്ടിക്കാട് വളരാട് തൊണ്ണംകടവ് പാലത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ച കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നലെ രാത്രിയോടെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഇന്നലെ രാത്രിയോടെ പുഴയിലെ വെള്ളം പാലത്തിലേക്ക് കരകവിഞ്ഞൊഴുകുകയും പാലം വെള്ളത്തിനടിയിലാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമൂലം നിരവധി ആളുകളാണ് ഇതിലൂടെ കടന്നു പോവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. വർഷങ്ങളായി തുടരുന്ന ഒരു സംഭവം തന്നെയാണിത്. എല്ലാ വർഷവും മഴ കനക്കുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ പാലം വെള്ളത്തിനടിയിലാവുകയും ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക്, അതായത് പാണ്ടിക്കാട്, എടയാറ്റൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന നിരവധി വിദ്യാർത്ഥികളും വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഏറെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. വർഷങ്ങളായി ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഇരു പഞ്ചായത്തിലെയും ആളുകളും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാവാറില്ല. എല്ലാ വർഷവും മഴ കനക്കുമ്പോൾ പാലത്തിലേക്ക് വെള്ളം കയറുകയും പാലം മൂടുകയും ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെടുകയും ചെയ്യുന്നത് സ്ഥിരമായൊരു കാഴ്ചയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ മഴക്കാലം അവസാനിക്കുന്നതോടെ അങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യാറുള്ളത്. ഇത്തവണയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇത് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്ത് പരിഹാര മാർഗമാണ് സ്വീകരിക്കാൻ കഴിയുന്നതെന്ന തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാണ്ടിക്കാട് വളരാട് തൊണ്ണംകടവ് പാലത്തിൽ നിന്നും ഏറനാട് മീഡിയ വിഷന് വേണ്ടി റിപ്പോർട്ടർ ധനേഷ് പാണ്ടിക്കാട്.